ഇന്നത്തെ യോഗാഭ്യാസം നമുക്ക് തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ വജ്രാസനയിലോ അല്ലെങ്കിൽ ഇതുപോലെ സുഖാസനയിലോ ഇരിക്കാം. കൈകൾ നമസ്കാര മുദ്രയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് തുടങ്ങാം. ഓം യോഗേന ചിത്തസ്യ പദേന വാചാ മലം ശരീരസ്യ ച വൈദ്യകേന യോപാത്കരോത്തം പ്രവരം മുനീനാ പതഞ്ജലിം പ്രാഞ്ജലിരാണതോസ്മി. ഓം ശാന്തി ശാന്തി ശാന്തി. ഇനി കൈകൾ രണ്ടും പിന്നിൽ കെട്ടി പതിയെ പിന്നോട്ടൊന്ന് വളഞ്ഞതിന് ശേഷം മുന്നിലേക്ക് വളഞ്ഞ് നെറ്റി തറയിൽ മുട്ടിച്ച് ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പതിയെ പിന്നോട്ട് വരിക. ഒന്ന് വളഞ്ഞ് ശരീരം നിവർത്തി രണ്ട് കൈകളും പരസ്പരം കൂട്ടിയുരച്ചതിന് ശേഷം നന്നായി കൈകൾ ചൂടാക്കുക. പതിയെ രണ്ട് കൈകൾ കൊണ്ട് മുഖത്തും ശരീരത്തുമായിട്ട് തടവുക. പതിയെ എണീറ്റതിന് ശേഷം ഇനി നമുക്ക് ജോയിൻറ്റുകളെ ലൂസ് ചെയ്യാനുള്ള എക്സസൈസുകൾ തുടങ്ങാം. ആദ്യം തന്നെ കണങ്കൈ അഥവാ റിസ്റ്റ് ജോയിൻറ്റ് മുകളിലേക്കും താഴോട്ടും 5 തവണ ചലിപ്പിക്കുക. ഇനി വലത്തോട്ടും ഇടത്തോട്ടുമായിട്ട് മൂവ് ചെയ്യുക 5 തവണ. ഇനി ഘടികാര ദിശയിൽ 5 തവണ റൊട്ടേറ്റ് ചെയ്യാം. എതിർ ഘടികാര ദിശയിലും 5 തവണ റൊട്ടേറ്റ് ചെയ്യാം. ഇനി കൈകളൊക്കെ ഒന്ന് റിലീസ് ചെയ്ത് ഷോൾഡർ നന്നായിട്ട് ഒന്ന് ലൂസ് ചെയ്യുക. എൽബോ ജോയിൻറ്റ് ലൂസ് ചെയ്യാൻ വേണ്ടി കൈകൾ ഇതുപോലെ നിവർത്തി കൈമുട്ട് മടക്കി തോളിൽ തൊട്ട് ഇതുപോലെ നിവർത്തുകയും ചെയ്യുക. 5 തവണ ഇതുപോലെ ചെയ്യുക. വീണ്ടും തോളുകളൊക്കെ ഒന്ന് ലൂസ് ചെയ്യുക. ഇനി ഷോൾഡർ റൊട്ടേഷനാണ്. രണ്ട് കൈകളും ഇതുപോലെ 5 തവണ മുൻവശത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഇനി പിൻവശത്തേക്കും 5 തവണ റൊട്ടേറ്റ് ചെയ്യാം. ഇനി കഴുത്തൊന്ന് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാലുകളൊന്ന് അകത്തി വെച്ച് കൈകൾ രണ്ടും ഹിപ്പിൽ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ കഴുത്തിനെ മുന്നോട്ടും പിന്നോട്ടും ഇതുപോലെ 5 തവണ പതിയെ മൂവ് ചെയ്യുക. ഇനി കഴുത്തിനെ ഇതുപോലെ വലത്തോട്ടും ഇടത്തോട്ടും ബെൻഡ് ചെയ്യണം. 5 തവണ ചെയ്യുക. ഇനി കഴുത്ത് മുന്നോട്ട് മടക്കി ഘടികാര ദിശയിൽ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യണം 5 തവണ. എതിർ ഘടികാര ദിശയിലും ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക 5 തവണ. അടുത്തത് സ്പൈനൽ ജോയിൻറ്റ് ലൂസ് ചെയ്യാൻ വേണ്ടി കൈകൾ ഇതുപോലെ പരസ്പരം അഭിമുഖീകരിക്കുന്ന രീതിയിൽ മുന്നിൽ വെക്കുക.
ഇനി വലതുവശത്തേക്ക് ശരീരം ട്വിസ്റ്റ് ചെയ്ത് കൈകൾ പിന്നോട്ട് കൊണ്ടുപോയും പിന്നെ മുന്നോട്ട് കൊണ്ടുവന്ന് ഇടതുവശത്തേക്കും അതുപോലെ ട്വിസ്റ്റ് ചെയ്യുക. അതുപോലെ 5 തവണ ചെയ്യുക. ഇനി കൈകളൊക്കെ ഒന്ന് ലൂസാക്കിയതിന് ശേഷം ഇതുപോലെ കാലുകളൊന്ന് അകത്തി വെച്ച് 2 കൈകളും ഇതുപോലെ ഹിപ്പിൽ സപ്പോർട്ട് ചെയ്യുക. ഇനി സാവകാശം പതിയെ പിന്നോട്ട് ബെൻഡ് ചെയ്യുക. പതിയെ അതിനുശേഷം മുന്നിലേക്കും ബെൻഡ് ചെയ്ത് കൈകൾ രണ്ടും തറയിൽ തൊടാൻ വേണ്ടി ശ്രമിക്കുക. വീണ്ടും പതിയെ മുകളിലേക്ക് ഉയർന്ന് ഹിപ്പിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്നോട്ട് ബെൻഡ് ചെയ്യുക. ഇത് 5 തവണ ചെയ്യുക. ഇനി ഹിപ്പ് റൊട്ടേഷനാണ്. 5 തവണ ഘടികാര ദിശയിൽ ഇതുപോലെ ചെയ്യണം. എതിർ ഘടികാര ദിശയിലും 5 തവണ റൊട്ടേറ്റ് ചെയ്യുക. കാൽമുട്ട് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വലത് കാൽ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ടും പിന്നോട്ടും 5 തവണ മൂവ് ചെയ്യുക. ഇടത് കാലിലും അത് തന്നെ ആവർത്തിക്കുക. വലത് ആങ്കിൾ ജോയിൻറ്റ് ലൂസ് ചെയ്യാൻ വേണ്ടി കാൽ ഇതുപോലെ മുന്നു വെച്ച് മുകളിലോട്ടും താഴോട്ടും പതിയെ 5 തവണ മൂവ് ചെയ്യണം. ഇനി വലതുവശത്തേക്കും ഇടതുവശത്തേക്കും ചലിപ്പിക്കുക. ഇനി ഇടത് കാലിന് മുകളിലേക്കും താഴോട്ടും ഇതുപോലെ ചലിപ്പിക്കണം 5 തവണ. ഇനി വലത്തോട്ടും ഇടത്തോട്ടും ഇതുപോലെ 5 തവണ ചലിപ്പിക്കുക. ഇനി വലത് കാലിനെ ഇതുപോലെ 5 തവണ റൊട്ടേറ്റ് ചെയ്യുക. എതിർ ദിശയിലും 5 തവണ റൊട്ടേറ്റ് ചെയ്യുക. ഇടത് കാലിലും അതുപോലെ തന്നെ ചെയ്യാം. എതിർ ദിശയിലും 5 തവണ റൊട്ടേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ജോഗിങ് ചെയ്തു തുടങ്ങാം. കൈ ഇതുപോലെ മുഷ്ടി പിടിച്ചതിന് ശേഷം നെഞ്ഞിനോട് ചേർത്ത് വെക്കുക. പതിയെ ജോഗിങ് തുടങ്ങാം. കാലുകൾ ഇതുപോലെ ചലിപ്പിച്ചുകൊണ്ട് പതിയെ ചെയ്ത് ആദ്യം തുടങ്ങുക. കുറച്ച് കഴിയുമ്പം വേഗത കൂട്ടാനും മാറ്റിൽ നിന്ന് ഇതുപോലെ മൂവ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. മുന്നോട്ടും പിന്നോട്ടും ഇതുപോലെ മൂവ് ചെയ്തുകൊണ്ട് ജോഗിങ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി കൈകൾ വിടർത്തിക്കൊണ്ടും അതുപോലെ കൈകൾ മുകളിലോട്ട് ഉയർത്തിക്കൊണ്ടൊക്കെ ജോഗ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് ജമ്പിങ് ചെയ്യണം. ഒരു 3 തവണയെങ്കിലും മിനിമം ജമ്പ് ചെയ്യാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ 5 തവണയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പതിയെ സ്റ്റോപ്പ് ചെയ്യാം.
ഇനി നമുക്ക് വിശ്രമിക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ മുഖദൗത്യം ചെയ്യണം. 2 കാലുകൾ അകത്തി വെച്ച് കൈകൾ ഇതുപോലെ വിടർത്തി ശ്വാസം ഉള്ളിലോട്ട് എടുക്കണം മൂക്കിലൂടെ. ശ്വാസം വായയിലൂടെ പുറത്തു വിടുമ്പോൾ മുന്നോട്ട് മടങ്ങി കൈകൾ ഇതുപോലെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെ നമുക്ക് 2-3 തവണ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വിശ്രമിക്കാം. കാലുകൾ ഒന്ന് അകത്തി വെച്ചതിന് ശേഷം കൈകൾ രണ്ടും പിന്നിൽ കെട്ടി കണ്ണടച്ചുകൊണ്ട് ശ്വാസോച്ഛ്വാസം നോർമലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തതായി നമ്മൾ യോഗാസനങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ശ്വാസോച്ഛ്വാസം എല്ലാം നോർമലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ആസനയുടെ പേരാണ് താടാസന. ഇതെങ്ങനെ ചെയ്യാമെന്ന് എല്ലാവരും കണ്ണു തുറന്ന് നോക്കുക. കൈകൾ തലക്ക് മുകളിൽ ഇതുപോലെ ഉയർത്തുന്ന സമയത്ത് കാലിൻ്റെ ഹീൽസ് തറയിൽ നിന്ന് ഉയർത്തണം. പതിയെ ചെയ്തതിന് ശേഷം 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് മുന്നോട്ട് നോക്കി നിൽക്കണം. എന്നിട്ട് ശ്വാസം പുറത്ത് വിടുന്ന സമയത്ത് പതിയെ കാല് റിലീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ കൈയും റിലീസ് ചെയ്യണം. അപ്പോൾ താടാസന ചെയ്തു തുടങ്ങാം. ആദ്യം തന്നെ കാലുകൾ ഒരുമിച്ച് വെക്കുക. കൈകൾ ഇതുപോലെ തൈസിന് മുന്നിലായിട്ട് വെക്കുക. ശ്വാസം പതിയെ ഉള്ളിലേക്ക് എടുക്കുമ്പം പതിയെ ഹീൽസ് തറയിൽ നിന്ന് ഉയർത്തുന്നതോടൊപ്പം തന്നെ കൈകൾ മുകളിലേക്ക് ഉയർത്തി ഒരു പോയിന്റിൽ നോക്കി 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി പതിയെ ശ്വാസം പുറത്തു വിട്ടുകൊണ്ട് കാലും കൈയും റിലീസ് ചെയ്യുക. കാലുകൾ അകത്തി വെച്ച് കൈകൾ രണ്ടും പിന്നിൽ കെട്ടി കണ്ണടച്ചുകൊണ്ട് വിശ്രമിക്കുക. ബ്രീത്തിങ് നോർമലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് ഒരു തവണ എടുത്ത് പതിയെ പുറത്ത് വിടുക. ഒരു 2 തവണ കൂടി അതുപോലെ ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആസനയുടെ പേരാണ് ത്രികോണാസന. കാലുകൾ ഇതുപോലെ 1 മീറ്ററോളം അകത്തി വെച്ചതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 2 കൈകളും ഇരുവശത്തേക്കായി ഉയർത്തണം. പതിയെ ശ്വാസം പുറത്തു വിടുമ്പം ഒരു വശത്തേക്ക് വലതുവശത്തേക്ക് ആദ്യം തുടങ്ങാം. മടങ്ങിയതിന് ശേഷം വലത് കാലിൽ തൊടാൻ ശ്രമിക്കുക. ഇടത് കൈ മുകളിലേക്ക് ഉയർത്തി ഇടത് കൈയിലേക്ക് നോക്കി നിൽക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തിരിച്ചു വരിക. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. കാലുകൾ ഒരുമിച്ച് വെച്ച് കൈകൾ ഇതുപോലെ വെച്ചതിന് ശേഷം 1 മീറ്ററോളം കാലകത്തി വെക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് 2 കൈകളും തോളിൻ്റെ ഇരുവശത്തായി കൊണ്ടുവരിക. വലത് കാൽ വലതുവശത്തോട്ട് തിരിച്ച് ശ്വാസം പുറത്തു വിടുമ്പം വലതുവശത്തേക്ക് മടങ്ങുക. വലത് കാലിൽ തൊടുക. മുകളിലേക്ക് ഇടത് കൈയിൽ നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് 2 കൈകളും തോളിൻ്റെ ഉയരത്തിലേക്ക് കൊണ്ടുവരിക. കാല് നേരെയാക്കുക. ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് കൈകൾ റിലീസ് ചെയ്യുക. കാലുകൾ ഒരുമിച്ച് വെക്കുക. ഇനി ഇതേ കാര്യം ഇടതുവശത്തും ചെയ്യാം. കാലുകൾ വീണ്ടും 1 മീറ്ററോളം അകത്തി വെക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പതിയെ 2 കൈകളും തോളിൻ്റെ ഉയരത്തിലേക്ക് കൊണ്ടുവന്ന് ഇടത് കാൽ ഇടതുവശത്തോട്ട് തിരിച്ച് ഇടതുവശത്തേക്ക് മടങ്ങി ഇടത് കാലിൽ തൊടാൻ ശ്രമിക്കുക. വലത് കൈയിലേക്ക് നോക്കി നിൽക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പം 2 കൈകളും തോളിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവരിക. ശരീരം നിവർത്തി ഇടത് കാൽ നേരെയാക്കി ശ്വാസം പുറത്തു വിടുമ്പോൾ കൈകൾ റിലീസ് ചെയ്യുക. കാലുകൾ ഒരുമിച്ച് വെക്കുക. ഇനി കാലുകൾ അകത്തി വെച്ച് കൈകൾ രണ്ടും പിന്നിൽ കെട്ടി കണ്ണടച്ചുകൊണ്ട് വിശ്രമിക്കുക. ശ്വാസോച്ഛ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. പതിയെ പുറത്തേക്ക് വിടുക. ഇതുപോലെ 2 തവണ കൂടി ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആസനയുടെ പേരാണ് അർദ്ധകടി ചക്രാസന. ഇപ്പോൾ വലത് കൈ ഇതുപോലെ മുകളിലേക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഉയർത്തണം. വലത് ഭാഗം മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് ശ്വാസം പുറത്ത് വിടുമ്പോൾ ഇതുപോലെ ബെൻഡ് ചെയ്യണം. ഇടത് കൈ ലൂസാക്കി നിർത്താൻ ശ്രമിക്കുക. മുന്നിലേക്ക് ഒരു പോയിന്റിൽ 10 സെക്കൻഡ് നോക്കി നിൽക്കണം. പിന്നീട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം വീണ്ടും നിവർത്തി ശ്വാസം പുറത്ത് വിടുമ്പോൾ വലത് കൈ റിലീസ് ചെയ്യണം. ഇതേപോലെ തന്നെ ഇടത് കൈയിലും ചെയ്യേണ്ടതാണ്. ആദ്യം തന്നെ നമുക്ക് വലത് കൈയിൽ തുടങ്ങാം. അപ്പോൾ എല്ലാവരും കാലുകളെ ഒരുമിച്ച് വെക്കുക. ശരീരത്തിൻ്റെ ഇരുവശത്തായി കൈകൾ വെക്കുക. ശ്വാസം പതിയെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വലത് കൈ വലതുവശത്ത് കൂടെ മുകളിലേക്ക് ഉയർത്തുക. വലത് ഭാഗം മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ഇനി ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക് ബെൻഡ് ചെയ്യുക. ഇടത് കൈ ലൂസാക്കി നിർത്തുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10.
ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ശരീരം നിവർത്തുക, വലതുവശം മുകളിലേക്ക് ഉയർത്തി ശ്വാസം പുറത്തു വിടുമ്പോൾ വലത് കൈ റിലീസ് ചെയ്യുക. മുന്നിലേക്ക് ഒരു പോയിന്റിൽ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. ഇനി ഇതേ കാര്യം നമുക്ക് ഇടതുവശത്തും ചെയ്യണം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇടത് കൈ മുകളിലേക്ക് പതിയെ ഉയർത്തണം, ഇടതുവശം മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യണം. ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് വലതുവശത്തേക്ക് ബെൻഡ് ചെയ്ത് മുന്നിലൊരു പോയിന്റിൽ നോക്കി നിൽക്കണം. 1 2 3 4 5 6 7 8 9 10. ഈ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നിവർത്തി ഇടതുവശം മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് ശ്വാസം പുറത്തു വിടുമ്പം ഇടത് കൈ പതിയെ ഇടതുവശത്ത് കൂടെ റിലീസ് ചെയ്യുക. ഇതിനുശേഷം വിശ്രമിക്കാം. കാലുകൾ അകത്തി വെച്ച് കൈകൾ പിന്നിൽ കെട്ടി കണ്ണടച്ചുകൊണ്ട് വിശ്രമിക്കുക. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം നോർമലായി നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് ഒരു തവണ എടുക്കുക, പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി നമ്മൾ കിടന്നുകൊണ്ടുള്ള അഥവാ സുപ്പൈൻ സീരീസിലുള്ള ആസനകളാണ് ചെയ്യാൻ പോകുന്നത്. തറയിൽ ഇതുപോലെ ഇരുന്നതിന് ശേഷം 2 കാലും മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. 2 കൈകളുടെയും സഹായത്തോടു കൂടി തറയിൽ കിടന്നതിന് ശേഷം ശവാസനയിൽ വിശ്രമിക്കണം. അതിനുവേണ്ടി കാലുകൾ അകത്തി വെച്ച് കൈകൾ രണ്ടും ശരീരത്തിൽ നിന്ന് അകത്തി വെച്ച് കൈപ്പത്തികൾ മുകളിലേക്ക് വരുന്ന രീതിയിലായിട്ട് കിടക്കണം. കണ്ണടച്ചുകൊണ്ട് ശ്വാസോച്ഛ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് വിശ്രമാവസ്ഥയിൽ കിടക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം പതിയെ പുറത്തേക്ക് വിടുക. നമ്മൾ ചെയ്യാൻ പോകുന്ന ആസനയുടെ പേരാണ് സേതുബന്ധാസന. ഇത് ചെയ്യാൻ വേണ്ടി 2 കാൽമുട്ടുകളും മടക്കി കൈകൾ രണ്ടും തറയിൽ സപ്പോർട്ട് ചെയ്ത് ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കുമ്പം നമ്മുടെ വയറിൻ്റെ ഭാഗം മുകളിലേക്ക് ഉയർത്തണം. ഇങ്ങനെ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുകയാണ് ഈ ആസന ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്. എന്നിട്ട് ശ്വാസം പുറത്തു വിടുമ്പം നമ്മുടെ വയറിൻ്റെ ഭാഗം താഴോട്ട് കൊണ്ടുവരിക, തറയിൽ വെക്കുക. ഇത് നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യം തന്നെ കാലുകൾ രണ്ടും ഒരുമിച്ച് വെക്കുക. കൈകൾ ശരീരത്തോട് ചേർത്ത് വെച്ച് തറയിൽ അമർത്തി വെക്കുന്ന പോലെ വെക്കുക. 2 കാൽമുട്ടുകളും മടക്കി നമ്മുടെ ഹിപ്പിനോട് ചേർത്ത് വെക്കണം. കാലുകൾ രണ്ടും ഇതുപോലെ അകത്തി വെക്കാം. ഇനി ശ്വാസം പതിയെ ഉള്ളിലേക്ക് എടുക്കുമ്പം ഹിപ്പ് റീജിയൻ മുകളിലേക്ക് ഉയർത്തണം. നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗം താടിയോട് തട്ടുന്ന രീതിയിൽ വെച്ച് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഇനി ശ്വാസം പതിയെ പുറത്തു വിടുമ്പോൾ ഹിപ്പ് റീജിയൻ താഴോട്ട് കൊണ്ടുവരണം, തറയിൽ വെക്കുക. ഇനി കാലുകൾ രണ്ടും മുന്നിലേക്ക് നിവർത്തി വെക്കുക. നമുക്ക് വിശ്രമിക്കാൻ. കാലുകൾ അകത്തി വെച്ച് കൈകൾ രണ്ടും ശരീരത്തിൽ നിന്ന് അകത്തി വെച്ച് കൈപ്പത്തി മേലോട്ട് വരുന്നതായ രീതിയിൽ ശവാസനയിൽ വിശ്രമിക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പതിയെ പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആസനയുടെ പേരാണ് പവനമുക്താസന. കാലുകൾ ഇതുപോലെ 90 ഡിഗ്രിയിൽ ഉയർത്തിയതിന് ശേഷം ഇതുപോലെ മുട്ട് മടക്കി 2 കൈകൾ കൊണ്ടും അത് ചേർത്ത് പിടിച്ച് തല മുട്ടിനോട് ചേർത്ത് വെക്കുന്ന രീതിയാണ്. 10 സെക്കൻഡ് ഇതുപോലെ ഹോൾഡ് ചെയ്യണം. അതിനുശേഷം തല ആദ്യം റിലീസ് ചെയ്ത് കാല് മുകളിലേക്ക് തന്നെ ഉയർത്തി പതിയെ കാല് റിലീസ് ചെയ്യണം. ഈ ഒരു രീതിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ആസന ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ കാലുകൾ രണ്ടും ഒരുമിച്ച് വെക്കുക. കൈകൾ ശരീരത്തോട് ചേർത്ത് കൈപ്പത്തികൾ തറയിൽ വെക്കുന്ന രീതിയിലായി വെച്ചതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 2 കാലുകളും 90 ഡിഗ്രിയിലേക്ക് ഉയർത്തണം. ശ്വാസം പുറത്തു വിടുമ്പോൾ 2 കാൽമുട്ടുകളും മടക്കണം. ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തല ഉയർത്തി 2 കൈകൾ കൊണ്ടും കാൽമുട്ടുകൾ ഇതുപോലെ പിടിച്ചതിന് ശേഷം തല മുട്ടിനോട് ചേർത്ത് വെക്കണം. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. 1 2 3 4 5 6 7 8 9 10. ഇനി ശ്വാസം പുറത്തു വിടുമ്പോൾ തല ആദ്യം റിലീസ് ചെയ്യുക. കാലുകൾ മുകളിലേക്ക് ഉയർത്തുക. കൈപ്പത്തി തറയിൽ വെച്ച് പതിയെ ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ തറയിലേക്ക് റിലീസ് ചെയ്യുക. ഇനി കാലുകളൊക്കെ അകത്തി വെക്കുക. കൈകൾ രണ്ടും ശരീരത്തിൽ നിന്ന് അകത്തി വെച്ച് കൈപ്പത്തികൾ മേലോട്ട് വരുന്ന രീതിയിലായി വെച്ചുകൊണ്ട് ശവാസനയിൽ വിശ്രമിക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആസനയുടെ പേരാണ് നവാസന. അപ്പോൾ ഈ ഒരു ആസനയിൽ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ശ്വാസം പുറത്ത് വിടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഉദരഭാഗവും തലയും കാലും തറയിൽ നിന്ന് ഉയർത്തി കൈകൾ രണ്ടും ഇതുപോലെ കാലിനോട് പോയിൻ്റ് ചെയ്ത് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. എന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പം പതിയെ കാല് റിലീസ് ചെയ്യണം. കൈകൾ മുകളിലേക്ക് കൊണ്ടുപോയി തല റിലീസ് ചെയ്ത് തറയിൽ വെക്കണം.
അങ്ങനെ പതിയെ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ആസനം നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഈ ആസനം ചെയ്യാൻ വേണ്ടിയിട്ട് കാലുകൾ ഒരുമിച്ച് വെക്കുക, കൈകൾ ശരീരത്തോട് ചേർത്ത് വെക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് 2 കൈകളും തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം പുറത്ത് വിടുമ്പോൾ നമ്മുടെ കൈകൾ മുന്നോട്ട് കൊണ്ടുവരിക, തലയും ഉദരഭാഗവും ഉയർത്തുക, കാലും ഉയർത്തുക, കൈകൾ കാലോട് പോയിന്റ് ചെയ്ത് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് കാല് റിലീസ് ചെയ്യണം, തലയും റിലീസ് ചെയ്യണം, കൈകൾ മുകളിലേക്ക് കൊണ്ടുവരണം. ഇനി ശ്വാസം പുറത്ത് വിടുമ്പോൾ കൈകൾ ഇതുപോലെ താഴേക്ക് റിലീസ് ചെയ്ത് ശരീരത്തോട് ചേർത്ത് വെക്കുക. അതിനുശേഷം റിലാക്സ് ചെയ്യുക, കാലുകൾ അകത്തി വെച്ച് കൈകൾ ഇതുപോലെ അകത്തി വെച്ച് കണ്ണടച്ചുകൊണ്ട് ശവാസനയിൽ വിശ്രമിക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പതിയെ പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഇനി നമുക്ക് കമിഴ്ന്ന് കിടന്നുകൊണ്ടുള്ള ആസനങ്ങൾ ചെയ്യണം. അതിനുവേണ്ടി കാലുകൾ ഒരുമിച്ച് വെക്കണം. വലത് കൈ തലക്ക് മുകളിലേക്ക് ഉയർത്തണം. ഇടത് കാൽമുട്ട് മടക്കി ഇടത് കൈ വയറിന് മുകളിലായി വെച്ച് വലത് വശത്തോട്ട് തിരിഞ്ഞ് കിടക്കണം. ഇനി ഇടത് കാൽ നിവർത്തി ഇടത് കൈ നിങ്ങളുടെ ഇടത് തുടയുടെ മുകളിലായി വെച്ച് ഇതുപോലെ കിടക്കണം. അപ്പോൾ ഒരു വശത്തോട്ട് ചെരിഞ്ഞുകൊണ്ട് കുറച്ച് നേരം കിടക്കുന്നത് BP നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പതിയെ 2 കൈകളുടെയും സഹായത്തോടു കൂടി പതിയെ ഇരിക്കുക. ഇരുന്നതിന് ശേഷം നിങ്ങൾ 2 കൈകളും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പിന്നോട്ടൊന്ന് വളഞ്ഞ് ശ്വാസം പുറത്തു വിടുമ്പം മുന്നിലേക്ക് മടങ്ങി തല തറയിൽ വെക്കുക. ഈ ഒരു ആസനയുടെ പേരാണ് ശശാങ്കാസന. ഇവിടെ നിന്നും നിങ്ങളുടെ 2 കാലുകളും പതിയെ പിന്നോട്ട് വലിക്കണം. 2 കൈകളുടെയും സഹായത്തോടു കൂടി നിങ്ങൾ കമിഴ്ന്ന് കിടക്കുക. ഇവിടെ വിശ്രമാവസ്ഥയിലേക്ക് പോകാം. അതിനു വേണ്ടിയിട്ട് കാലുകൾ അകത്തി വെക്കുക. 2 മടമ്പുകളും പരസ്പരം അഭിമുഖീകരിക്കുന്ന രീതിയിലായിട്ട് വെക്കുക. 2 കൈകളും താടിക്കടിയിലായിട്ട് സപ്പോർട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ കുറച്ച് നേരം വിശ്രമിക്കുക. ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പതിയെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഇനി നമുക്ക് ഭുജംഗാസന ചെയ്യാം. അതിനുവേണ്ടി കാലുകൾ ഒരുമിച്ച് വെക്കുക, കൈകൾ ശരീരത്തിൻ്റെ ഇരുവശത്തായിട്ടും വെക്കുക. ഇനി കൈകൾ രണ്ടും നെഞ്ഞിൻ്റെ ഇരുവശത്തായി തറയിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തലയും നെഞ്ഞും മുകളിലേക്ക് ഉയർത്തി മുകളിലേക്ക് നോക്കണം. കൈകളിലേക്ക് ശരീരത്തിൻ്റെ ഭാരം വരാത്ത രീതിയിൽ വേണം നിൽക്കാൻ. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം പതിയെ ശ്വാസം വിടുമ്പോൾ നെഞ്ഞും തലയും തറയിൽ വെക്കണം. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം ഈ ആസന. അപ്പോൾ എല്ലാവരും കാലുകൾ ഒരുമിച്ച് വെക്കുക. ശരീരത്തിൻ്റെ ഇരുവശത്തായി കൈ വെച്ച് തല തറയിൽ മുട്ടിച്ച് ഇതുപോലെ വെക്കുക. ഇനി കൈകൾ നെഞ്ഞിൻ്റെ ഇരുവശത്തായി കൊണ്ടുവരിക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ തലയും നെഞ്ഞും പതിയെ മുകളിലേക്ക് ഉയർത്തി മെയിൻറ്റെയിൻ ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഇനി പതിയെ ശ്വാസം പുറത്തു വിടുമ്പോൾ നെഞ്ഞും തലയും തറയിൽ വെക്കുക. കൈകൾ പതിയെ റിലീസ് ചെയ്യുക. ഇനി വിശ്രമാവസ്ഥയിലേക്ക് പോകാൻ കാലുകൾ അകത്തി വെച്ച് 2 കൈകളും താടിയുടെ അടിഭാഗത്തായി വെക്കുക. കണ്ണടച്ചുകൊണ്ട് വിശ്രമിക്കുക. ശ്വാസോച്ഛ്വാസം നോർമലായി ക്രമീകരിക്കാൻ വേണ്ടി ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പതിയെ പുറത്തോട്ട് വിടുകയും ചെയ്യുക. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്ന ആസനയുടെ പേരാണ് അർദ്ധശലഭാസന. 2 കൈകളും തുടയുടെ അടിഭാഗത്തായി വെക്കണം. താടി തറയിൽ വെച്ചതിന് ശേഷം ഒരു കാല് ഇതുപോലെ ഉയർത്തണം മുകളിലേക്ക് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം പതിയെ ആ കാല് റിലീസ് ചെയ്യണം. ശ്വാസം പുറത്ത് വിടുമ്പോഴാണ് താഴേക്ക് റിലീസ് ചെയ്യേണ്ടത്. ഇതുപോലെ ഇരുവശത്തും ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. 2 കാലുകളും ഒരുമിച്ച് വെക്കുക. കൈകൾ 2 ശരീരത്തോട് ചേർത്ത് വെക്കുക. ഇനി 2 കൈകളിലും ഇതുപോലെ മുഷ്ടി പിടിക്കണം. അതിനുശേഷം 2 കൈകളും തൈസിൻ്റെ അടിഭാഗത്തോട്ട് കൊണ്ടുപോകണം. വിരലുകൾ തറയോട് ചേർന്ന് വെക്കുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. താടി മാറ്റിൽ പ്രസ് ചെയ്ത് വെക്കുക. ഇനി ശ്വാസം പതിയെ ഉള്ളിലോട്ട് എടുക്കുമ്പം വലത് കാൽ ആദ്യം മുകളിലേക്ക് ഉയർത്തുക. നിങ്ങൾക്ക് എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം ഉയർത്തുക. ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9
ഇനി ശ്വാസം പുറത്തു വിടുമ്പോൾ പതിയെ കാല് റിലീസ് ചെയ്യണം. ഇനി ഇതേ ആസന നമുക്ക് ഇടത് കാലിലും ചെയ്യണം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പം മുകളിലേക്ക് ഉയർത്തുക, 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഈ ശ്വാസം പുറത്തു വിടുമ്പോൾ പതിയെ റിലീസ് ചെയ്യുക. ഇനി 2 കൈകളും പതിയെ തൈസിൻ്റെ അടിഭാഗത്ത് നിന്ന് റിലീസ് ചെയ്യാം. ഇരുവശത്ത് കൈ വെച്ചതിന് ശേഷം കാലുകൾ അകത്തി വെച്ച് 2 കൈകളും താടിക്കടിയിൽ വെച്ച് മകരാസന എന്ന ഈ പോസ്ചറിൽ റിലാക്സ് ചെയ്യുക. 2 മടമ്പുകളും പരസ്പരം അഭിമുഖീകരിക്കുന്ന രീതിയിൽ വെക്കണം. ഇനി ശ്വാസോച്ഛ്വാസമെല്ലാം നോർമലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി പതിയെ നമുക്ക് ഇരുന്നു കൊണ്ടുള്ള സിറ്റിംഗ് ആസനകൾ ചെയ്യാം. 2 കൈകളുടെയും സപ്പോർട്ടോടു കൂടി പതിയെ മുട്ടുമടക്കി ഇതുപോലെ നിങ്ങളുടെ ഹീൽസിൽ ഇരുന്ന് തല തറയിൽ വെക്കുക. ശശാങ്കാസന എന്ന പോസ്ചറിൽ വരിക. കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 2 കൈകളും മുകളിലേക്ക് ഉയർത്തി ശരീരം നിവർത്തി പിന്നിലേക്കൊന്ന് മടങ്ങി പതിയെ ശ്വാസം പുറത്തുവിടുമ്പോൾ കൈ റിലീസ് ചെയ്യുക. ഇനി നമുക്ക് ഇരുന്നു കൊണ്ടുള്ള ആസനകൾ ചെയ്യാം. കാലുകൾ ഇതുപോലെ നിവർത്തി 2 കാലുകളൊന്ന് അകത്തി വെച്ച് 2 കൈകളും പിന്നിൽ സപ്പോർട്ട് ചെയ്ത് കണ്ണടച്ചു കൊണ്ടൊന്ന് വിശ്രമിക്കുക. ഈ ഒരു ആസനയുടെ പേരാണ് ശിഥില ദണ്ഡാസന. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആസനയുടെ പേരാണ് ജാനുശീർഷാസന. കാലുകൾ ഇതുപോലെ ഒരുമിച്ച് വെക്കണം. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തു വിടുമ്പോൾ വലത് കാൽമുട്ട് മടക്കി നമ്മുടെ ഇടത് തുടയുടെ ഉൾവശത്തേക്ക് ഇതുപോലെ വെക്കണം. ഇനി ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പം 2 കൈകളും മുകളിലേക്ക് ഉയർത്തുക. പുറത്തു വിടുമ്പോൾ മുന്നോട്ട് മടങ്ങി ഇടത് കാലിൻ്റെ വിരലുകൾ പിടിക്കുക. തല ഇടത് കാൽമുട്ടിനോട് ചേർത്ത് വെക്കുക. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പം 2 കൈകളും തലക്ക് മുകളിലേക്ക് ഉയർത്തി ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം പുറത്തു വിടുമ്പം 2 കൈകളും പതിയെ റിലീസ് ചെയ്യുക. അതിനുശേഷം വലത് കാൽ മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ഇനി ഇടത് കാലിലും ഇതുപോലെ ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ ജാനുശീർഷാസന ചെയ്തു നോക്കാം. കാലുകൾ ഒരുമിച്ച് വെച്ച് കൈകൾ രണ്ടും ശരീരത്തിൻ്റെ ഇരുവശത്തായി വെച്ച് നട്ടെല്ല് നിവർത്തി വെക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലോട്ട് എടുത്ത് പുറത്തു വിടുമ്പോൾ വലത് കാൽമുട്ട് മടക്കി വലത് കാൽപാദം ഇടത് തുടയുടെ ഉൾവശത്തായി വെച്ച് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ 2 കൈകളും മുകളിലോട്ട് ഉയർത്തി ശ്വാസം പുറത്തു വിടുമ്പോൾ മുന്നോട്ട് മടങ്ങി ഇടത് കാൽവിരലുകൾ പിടിച്ച് തല ഇടത് മുട്ടിനോട് ചേർത്ത് വെക്കുകയും ചെയ്യുക. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഇനി ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ 2 കൈകളും തലക്ക് മുകളിലേക്ക് ഉയർത്തണം. ഒന്ന് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം ശ്വാസം പുറത്ത് വിട്ടുകൊണ്ട് കൈകൾ റിലീസ് ചെയ്യുക. ഇനി ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പം വലത് കാൽ മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. നമുക്കിനി ഇതേ ആസന ഇടതുവശത്തും ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇടത് കാൽമുട്ട് മടക്കി ഇടത് കാൽപാദം വലത് തുടയുടെ ഉൾവശത്ത് വെച്ച് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പം 2 കൈകളും മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് ശ്വാസം പുറത്തു വിടുമ്പോൾ മുന്നോട്ട് മടങ്ങി വലത് കാലിൻ്റെ വിരലുകൾ പിടിച്ച് തല വലത് മുട്ടിനോട് ചേർത്ത് വെക്കണം. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. 1 2 3 4 5 6 7 8 9 10. ഇനി ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ 2 കൈകൾ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യണം. ശ്വാസം പുറത്തു വിടുമ്പോൾ കൈകൾ റിലീസ് ചെയ്യുക. ഇനി ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ ഇടത് കാൽ മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ഇനി കാലുകളെല്ലാം അകത്തി വെച്ച് 2 കൈകളും പിന്നിൽ സപ്പോർട്ട് ചെയ്ത് കണ്ണടച്ചുകൊണ്ട് വിശ്രമിക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആസനയാണ് വക്രാസന. അത് ചെയ്യാൻ വേണ്ടി കാലുകൾ ഒരുമിച്ച് വെക്കുക. കൈകൾ രണ്ടും ഇരുവശത്തായിട്ട് വെക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പുറത്തു വിടുമ്പോൾ വലത് കാൽമുട്ട് മടക്കി വലത് കാൽപാദം ഇടത് കാൽമുട്ടിൻ്റെ അരികത്തായിട്ട് വെക്കണം. ഇനി ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പം ഇടത് കൈ മുകളിലേക്ക് ഉയർത്തണം. ഇനി ശ്വാസം പുറത്തു വിടുമ്പം ഇടത് കൈ വലത് കാലിൻ്റെ മുകളിലൂടെ കൊണ്ടുപോയി വലത് കാലിൻ്റെ കണങ്കാലിൽ പിടിക്കണം. വലത് കൈ ഇതുപോലെ പിന്നിലേക്ക് സപ്പോർട്ടിനായിട്ട് വെക്കുക. വലത് കൈയുടെ വിരലുകൾ പിന്നിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന രീതിയിൽ വേണം വെക്കാൻ. ഈ ഒരു അവസ്ഥയിൽ ശരീരം വലതുവശത്തോട്ട് ട്വിസ്റ്റ് ചെയ്ത് പിന്നിലേക്കൊരു പോയിന്റിൽ 10 സെക്കൻഡ് നോക്കി നിൽക്കണം. ഇത് ചെയ്തതിന് ശേഷം ശ്വാസം ഉള്ളിലോട്ട് എടുത്ത് ഇടത് കൈ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. ശ്വാസം പുറത്ത് വിടുമ്പോൾ കൈ റിലീസ് ചെയ്യാം. ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ വലത് കാൽ മുന്നോട്ട് സ്ട്രെച്ച് ചെയ്യാം. ഇത് തന്നെ നമുക്ക് ഇടതുവശത്തും ചെയ്യണം. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം.
കാലുകൾ ഒരുമിച്ച് വെക്കുക, കൈകൾ ശരീരത്തിൻ്റെ ഇരുവശത്തായി വെക്കുക, നട്ടെല്ല് നിവർത്തി പിടിക്കുക. ഇനി ശ്വാസം ഉള്ളിലോട്ടെടുത്ത് പുറത്തു വിടുമ്പോൾ വലത് കാൽമുട്ട് മടക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇടത് കൈ മുകളിലേക്ക് ഉയർത്തുക. ഇനി ശ്വാസം പുറത്തു വിടുമ്പം ഇടത് കൈ കൊണ്ട് വലത് കാലിൻ്റെ കണങ്കാലിൽ ഇതുപോലെ പിടിക്കുക. ഇനി വലത് വശത്തേക്ക് ട്വിസ്റ്റ് ചെയ്ത് വലത് കൈയുടെ സപ്പോർട്ടോട് കൂടി പിന്നോട്ട് നോക്കി നിൽക്കുക. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പം ഇടത് കൈ മുകളിലേക്ക് ഉയർത്തുക, സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം പുറത്തു വിടുമ്പോൾ ഇടത് കൈ റിലീസ് ചെയ്യുക. ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ വലത് കാൽ മുന്നോട്ട് നിവർത്തുക. ഇനി ഇതേ കാര്യം നമുക്ക് ഇടതുവശത്തോടും ചെയ്യാം. ശ്വാസം ഉള്ളിലോട്ടെടുത്ത് പുറത്തു വിടുമ്പോൾ ഇടത് കാൽമുട്ട് മടക്കുക. ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ വലത് കൈ മുകളിലോട്ട് ഉയർത്തുക. എന്നിട്ട് പുറത്തു വിടുമ്പോൾ ഇടത് കലങ്കാൽ പിടിച്ച് ഇടതുവശത്തോട്ട് ട്വിസ്റ്റ് ചെയ്ത് പിന്നോട്ട് നോക്കുക. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഇനി ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ വലത് കൈ മുകളിലോട്ട് ഉയർത്തുക. പുറത്തു വിടുമ്പം റിലീസ് ചെയ്യുക. ഇടത് കാൽ മുന്നോട്ട് സ്ട്രെച്ച് ചെയ്യുക. ഇനി കൈകൾ ഇരുവശത്തായി വെച്ച് കാലുകളൊക്കെ ഒന്ന് അകത്തി വെച്ച് കൈകൾ പിന്നിൽ സപ്പോർട്ട് കൊടുത്ത് കണ്ണടച്ചുകൊണ്ട് വിശ്രമിക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. വളരെ സാവകാശം ശ്വാസം പുറത്തോട്ടും വിടുക. ഇനി നമ്മൾ പ്രാണായാമം ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്ററിൽ ഇരിക്കണം. ഇതുപോലെ വജ്രാസനയിൽ ഇരിക്കാം. 2 കാലിൻ്റെയും ഹീൽസിൽ ഇതുപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ കാലുകൾ മടക്കി വെച്ചുകൊണ്ട് സുഖാസനയിലും ഇരിക്കാം. കംഫർട്ടബിളായ പോസ്റ്ററിൽ ഇരുന്നതിന് ശേഷം 2 കൈകളിലും ഇതുപോലെ ചിൻമുദ്ര പിടിക്കണം. അതായത് തള്ളവിരലും ചൂണ്ടുവിരലും ഇതുപോലെ യോജിപ്പിക്കുന്ന രീതിയിൽ വെച്ച് തുടയുടെ മുകളിൽ വെച്ചുകൊണ്ട് കണ്ണടച്ച് വിശ്രമിക്കുക. അതിനുശേഷം നമുക്ക് നാഡിശുദ്ധി പ്രാണായാമം ചെയ്യാം. അതിനുവേണ്ടി വലത് കൈയിൽ നിങ്ങൾ നാസികാഗ്ര മുദ്ര ചെയ്യണം. ചൂണ്ടുവിരലും നടുവിരലും ഇതുപോലെ മടക്കി വെക്കണം. തള്ളവിരൽ ഉപയോഗിക്കുന്നത് നമ്മുടെ മൂക്കിൻ്റെ വലതുവശം അടക്കാനും അതേസമയം നമുക്ക് മോതിരവിരൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മൂക്കിൻ്റെ ഇടതുവശം അടക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യം മൂക്കിൻ്റെ വലതുവശം അടച്ച് ഇടതുവശത്തുകൂടെ ശ്വാസം ഉള്ളിലോട്ട് എടുക്കണം. ഇനി ഇടതുവശം അടച്ച് വലതുവശത്തു കൂടെ ശ്വാസം പുറത്തോട്ട് വിടണം. ഇനി വലതുവശത്തു കൂടെ തന്നെ ശ്വാസം ദീർഘമായി ഉള്ളിലോട്ടെടുക്കണം. ഇടതുവശത്തു കൂടെ ശ്വാസം പതിയെ പുറത്തോട്ട് വിടണം. ഇതുപോലെ 5 തവണ ചെയ്യാം. അഞ്ച് തവണ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൈ പതിയെ താഴേക്ക് റിലീസ് ചെയ്യുക. ശ്വാസോച്ഛ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രാണായാമയുടെ പേരാണ് സൂര്യ അനുലോമ വിലോമ പ്രാണായാമ. നേരത്തെ പോലെ തന്നെ വലത് കൈയിൽ നാസികാഗ്രമുദ്ര പിടിക്കണം. എന്നിട്ട് ഇടത് മൂക്ക് അടച്ച് വലത് മൂക്കിലൂടെ ദീർഘമായി ശ്വാസം ഉള്ളിലോട്ട് എടുക്കണം.
വളരെ സാവകാശം ശ്വാസം അതേ മൂക്കിലൂടെ പുറത്തോട്ട് വിടണം. ഇതുപോലെ 5 തവണ ആവർത്തിക്കുക. വലത് മൂക്കിലൂടെ തന്നെ ശ്വാസം ഉള്ളിലോട്ട് ദീർഘമായി എടുക്കണം. അതേ മൂക്കിലൂടെ ശ്വാസം പതിയെ പുറത്തോട്ട് വിടണം. അഞ്ച് തവണ ആവർത്തിച്ചതിന് ശേഷം കൈ റിലീസ് ചെയ്യുക. കണ്ണടച്ചുകൊണ്ട് തന്നെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. ഇനി നമ്മൾ ചന്ദ്ര അനുലോമ വിലോമ പ്രാണായാമയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി വലത് മൂക്ക് അടച്ചു പിടിക്കണം. ഇടത് മൂക്കിലൂടെ സാവകാശം ദീർഘമായി ശ്വാസം ഉള്ളിലോട്ട് എടുക്കണം. വളരെ സാവകാശം ഇടത് മൂക്കിലൂടെ തന്നെ ശ്വാസം പുറത്തോട്ട് വിടണം. ഇതുപോലെ 5 തവണ ആവർത്തിക്കുക. അഞ്ച് തവണ ചെയ്തതിന് ശേഷം കൈ റിലീസ് ചെയ്യുക. കണ്ണടച്ചുകൊണ്ട് വിശ്രമിക്കുക. ശ്വാസോച്ഛ്വാസം നോർമലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മൾ ഭ്രാമരി പ്രാണായാമയാണ് ചെയ്യുന്നത്. 2 കൈയുടെയും ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ചെവി രണ്ടും അടച്ചു പിടിക്കണം. ദീർഘമായി ശ്വാസം ഉള്ളിലോട്ടെടുത്ത് പുറത്തു വിടുമ്പം വണ്ട് മൂളുന്നത് പോലെ ശബ്ദമുണ്ടാക്കണം. ഇതുപോലെ 4 തവണ കൂടി ആവർത്തിക്കുക. ചെയ്തതിന് ശേഷം പതിയെ 2 കൈയും റിലീസ് ചെയ്യുക. കണ്ണടച്ചുകൊണ്ട് ശ്വാസോച്ഛ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ യോഗാഭ്യാസം നമുക്ക് അവസാനിപ്പിക്കാം. അതിനുവേണ്ടി 2 കൈകളും നമസ്കാര മുദ്രയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. 2 കൈകളും പിന്നിൽ കെട്ടുക. ശ്വാസം ഉള്ളിലോട്ടെടുത്തൊന്ന് പിന്നോട്ട് വളഞ്ഞ് ശ്വാസം പുറത്തു വിടുമ്പോൾ മുന്നോട്ട് മടങ്ങി തല തറയിൽ മുട്ടിക്കുക. പിന്നീട് മുകളിലേക്ക് ഉയർന്ന് 2 കൈകളും നന്നായി ഉരസുക. നല്ല രീതിയിൽ 2 കൈകളും ചൂടാവുന്നത് വരെ ഉരസുക. അതിനുശേഷം 2 കൈകൾ കൊണ്ടും മുഖത്തൊന്ന് തടവി പതിയെ കൈ റിലീസ് ചെയ്യണം. കണ്ണ് തുറന്നുകൊണ്ട് കൈകളിലേക്ക് നോക്കണം.
നന്ദി. വീണ്ടും നാളെ കാണാം.